മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപൻ വേഷം മാറിയിട്ട് കൈനോട്ടക്കാരനായിട്ട് അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. കാരണം കണ്ണൻ അമ്പലത്തിൽ വരുന്നുണ്ടല്ലോ, അപ്പോൾ കണ്ണൻ നടക്കുന്നുണ്ടോ എന്ന് അറിയണം. അത് പറഞ്ഞിട്ടാണ് പ്രതാപൻ വേഷം മാറി വന്നിരിക്കുന്നത്. അതേസമയം ആ ദിവ്യശക്തിയുള്ള അമ്മ അവിടെ വരികയാണ് കേട്ടോ. അമ്മ വന്നിട്ട് പ്രതാപൻ തരം കാണിക്കുകയാണ് എന്നുള്ളത് അവരെല്ലാവരെയും അറിയിക്കുകയാണ് കേട്ടോ. ശരിക്ക് കൈനോട്ടക്കാരിയായ അമ്മയായിട്ടാണ് വന്നിരിക്കുന്നത്. അതറിഞ്ഞതും സുമേഷ് ഓടി അകത്തേക്ക് വരികയാണ് കേട്ടോ. അകത്ത് വന്നതിന് ശേഷം അനന്തുവിനോട് പറയും, സാറ് ഇവിടെ തന്നെ നിന്നാൽ മതി, അനന്ത് സാറ് മാത്രം അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറയും കേട്ടോ. എന്താ സുമേഷ് ചോദിക്കുമ്പോൾ വരണ്ട പറയും. അനന്ത് എന്നിട്ട് ഡ്രൈവർ സുമേഷിൻ്റെ കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് പ്രതാപനെ അവിടെ കൂടിയവരെല്ലാം അടിച്ച് പരവസ്ഥാക്കുകയാണ് കേട്ടോ. കാരണം കള്ളസന്യാസിനിയായിട്ട് കൈനോട്ടക്കാരനായിട്ട് വന്നിരിക്കുകയാണ് പറഞ്ഞിട്ട് നടുപൊടിക്കുകയാണ്. അതേസമയം സുമേഷും പോയിട്ട് പ്രതാപനിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പ്രതാപൻ ഓടി പോവുകയാണ് കേട്ടോ. അതേസമയം അവിടെയുള്ള കൂടിയവരൊക്കെ പറയും, ഇങ്ങനെ എല്ലാ കാര്യവും സത്യമാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയും. അപ്പോൾ അതിലൊരാളുടെ ഭാര്യ പറയും, എന്ത് സത്യം പറഞ്ഞത്? അനന്തം പറയും, നിങ്ങൾക്കത് അറിഞ്ഞല്ലോ, കൈനോട്ടക്കാരനാണെന്ന് അറിഞ്ഞില്ലേ, അതൊരു ലോറി ഡ്രൈവറാണ്, അയാൾ ഇവിടെ തന്നെയുള്ള ആളാണ് എന്ന് പറയുന്നു കേട്ടോ. അയാളെ കൊടുത്തത് പോരാ എന്ന് അവിടെയുള്ള നാട്ടുകാരെല്ലാവരും പറയുന്നു കേട്ടോ. അതിനുശേഷം അനന്ത് വരികയാണ്. അനന്ത് വന്നിട്ട് കണ്ണനോട് പറയും, ആ പ്രതാപനാണ് തോന്നുന്നു, വേഷം മാറി വന്നിരിക്കുകയാണ്, നീ നടക്കുന്നത് അയാൾക്കൊരു സംശയമുണ്ട്, കണ്ടോ എന്തോ എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. കണ്ണനെ ആകെ മൊത്തം സംശയമാണ്. നീ കണ്ടിരിക്കുകയോ എന്ന് ചോദിക്കുമ്പോൾ സുമേഷ് പറയണേ, ഇല്ല കണ്ടിട്ടില്ല, കാരണം ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു, അയാൾ ഇപ്പോഴാണ് വന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം അവർ പോവുകയാണ് കേട്ടോ. അതേസമയം പ്രതാപൻ കാറിൻ്റെ അവിടെ പാറി നിന്നിട്ട് പതുങ്ങി നോക്കുകയാണ് കേട്ടോ. കാരണം ആരെങ്കിലും കാണുന്നുണ്ടോ, ഇനിയും മടികൊള്ളാൻ വയ്യ, എന്തായാലും സുമേഷ് എന്നെ അടിച്ചല്ലോ, അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം ഡ്രസ്സൊക്കെ മാറിയിട്ട് കാറ് കയറിയിട്ട് അയ്യോ വയ്യ, എനിക്ക് നൂർക്കാൻ വയ്യ എന്നിങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ കണ്ണൻ്റെ കാറിങ്ങനെ പോകുന്നുണ്ടോ. കണ്ണനിങ്ങനെ നോക്കുകയാണ്, പക്ഷെ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതേസമയം മുത്തശ്ശി അവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ. പ്രതാപനെ കണ്ടതും സന്തോഷത്തോടെ എന്തായി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം പ്രതാപൻ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. പ്രതാപൻ നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ മുത്തശ്ശി ചോദിക്കും, ഞാൻ വേഷം കെട്ടിയിട്ട് പോയി, പക്ഷേ ഈ വയസ്സായവരെല്ലാവരും ഭയങ്കര പ്രശ്നക്കാരാണ് എന്നിങ്ങനെ പറയുന്നത് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുക, എടാ ഞാനും വയസ്സായവനല്ലേ, എന്താ നീ ഇങ്ങനെ പറയുന്നത് ചോദിക്കുക. അമ്മ ഒഴികെ ബാക്കി എല്ലാവരും പ്രശ്നക്കാരാണ് എന്നിങ്ങനെ പറയുന്നത് കേട്ടോ. പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് മോഹിനി അവിടെ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം പിന്നീട് അവിടെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഉണ്ണി പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല, കരുണ ഇവരെന്തൊക്കെയോ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് അമ്മ, അതെന്താണെന്ന് അറിയില്ല എന്നിങ്ങനെ പറയാണ്. അത് ശരിയാണ്, അതെന്തായാലും ഇങ്ങനെ നടത്തി കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ കരുണയോട് ഭക്ഷണം വിളമ്പാൻ പറയാണ് കേട്ടോ. മഹാലക്ഷ്മി ഭക്ഷണം വിളമ്പാൻ പറയും. അതേസമയം ഉണ്ണിയുടെ അമ്മയും കൂടിയിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. വിളമ്പരുത്, നീ അവിടെ നിർത്ത് എന്നിങ്ങനെ പറയുമ്പോൾ അത് കേട്ടിട്ട് കരുണയ്ക്ക് ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ മഹാലക്ഷ്മി പറയേണ്ടത്, നീ ഞാൻ പറഞ്ഞത് കേൾക്കണ്ടോ, അതൊന്നും എനിക്കിനി കൂടുതൽ വേണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ആകെ മൊത്തം കലങ്ങിയ കണ്ണുകളായിട്ട് വേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കരുണ ഭയങ്കര ദയനീയമായിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ.